ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. സുഖം തന്നെയല്ലേ? നല്ലൊരു സുപ്രഭാതം നേരുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. സേഫ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഇലയിൽ ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഇലയട ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള പഴയ കാലത്തേ ഉപയോഗിക്കുന്ന ഒരു മധുര പലഹാരമാണ് ഇലയട അല്ലെങ്കിൽ ഇലയപ്പം എന്നൊക്കെ പറയുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇളനീർ തേങ്ങയിലാണ്. ഇളനീരിൻ്റെ വെള്ളം കുടിച്ചതിന് ശേഷം ആ തേങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ശർക്കര ഇച്ചിരി കുറവ് വന്നപ്പോൾ വീണ്ടും തിരുവിയിട്ടതാണ്. ഏലക്കാപ്പൊടിയും മിക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ തേങ്ങ കൂട്ട് റെഡിയായി. അതിന് ശേഷം നമ്മൾ ഗോതമ്പ് മാവാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പലവരും ഇലയടക്ക് അരിപ്പൊടിയും പിന്നെ മൈദമാവൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഗോതമ്പ് പൊടി ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ഞാൻ ഇത്തിരി ശർക്കരയും ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ മാവിന് നല്ല ഒരു രുചിയും നല്ലൊരു സ്മെല്ലും നിലനിൽക്കും. അങ്ങനെ ഇലയിട പരത്തുന്നുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ പരത്തിയെടുക്കണം. ഇത്തിരി വെള്ളം കൂടി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നല്ല ഗോതമ്പ് പൊടിയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങയൊക്കെ അതിനകത്തേക്ക് നല്ല രീതിയിൽ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മടക്കി വെക്കുമ്പോൾ പൊട്ടിപ്പോകുമ്പോൾ നമ്മൾ ആവി കയറ്റുമ്പോൾ എന്താവും, അതിൽ ശർക്കരയൊക്കെ ഉരുകി അതിൽ നിന്ന് ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മളത് വെച്ചിട്ട് ആണ് അത് ഉപയോഗിക്കേണ്ടത്. നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇളനീരായതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഇച്ചിരി ഒരു കുഴമ്പ് രൂപത്തിലുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല രീതിയിൽ അത് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മളിങ്ങനെ സൈഡിലൊക്കെ അത് അടഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അതിനകത്തുനിന്ന് എന്ത് ചെയ്യും, ഈ ശർക്കര ഉരുകിയിട്ട് ശർക്കര അതിൽ നിന്ന് പോവും. അതുകൊണ്ട് നമ്മളെപ്പോഴും അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇത്തരത്തിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ഓരോന്നും നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മളത് ഞാൻ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് ആവി കയറ്റി വേവിക്കണം. ആവി കയറ്റി അത്യാവശ്യം സമയം എടുക്കും കേട്ടോ. നല്ല രീതിയിൽ അത് ആവി കയറ്റി വെന്ത് കിട്ടണമെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും. നമ്മൾ നല്ലോണം തീയൊന്നും വെച്ച് പോകരുത്. കാരണം താഴെ നമ്മൾ വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. വെള്ളം വറ്റി പാത്രം നാശമായി പോവും. അതുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അത് ആവി കയറ്റിയതിന് ശേഷമുള്ളതാണിത്. ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.